വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പ വറ്റലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കപ്പ വറ്റലുണ്ടാക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം 2-3 കഷ്ണം കപ്പ എടുത്തിട്ടുണ്ട്. അതിനെ വൃത്തിയായി ഞാൻ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കപ്പെല്ലാം ക്ലീൻ ചെയ്തു. ഇനി ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാൻ കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ചീകിയിടണം. ഞാൻ റൗണ്ടിൽ കത്തി കൊണ്ട് ചീകിയിടുന്നുണ്ട്. അത് ചീകുന്ന സംഭവം ഉണ്ട്, പക്ഷെ അതവിടെ ഇല്ലാത്ത കാരണം ഞാൻ അതുകൊണ്ട് എടുത്തില്ല. കത്തി കൊണ്ടാണ് ചീകിയിടുന്നത്. അപ്പോൾ ചീകി എടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു 10 മിനിറ്റ്. വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ അതിനൊപ്പം തന്നെ പാകത്തിന് ഉപ്പിട്ട് വെച്ച് വയ്ക്കണം. ഞാൻ അതിനെയൊക്കെ ഒന്ന് കഴുകി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതൊക്കെ ഒന്ന് വെള്ളം വെടിയണം, ഇല്ലെങ്കിൽ എണ്ണയിൽ നമ്മൾ വറുത്തെടുക്കുമ്പോൾ വെള്ളം പൊട്ടിത്തെറിക്കും. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് കഴുകി ഒന്ന് മാറ്റി വെള്ളം വെടിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ വെടിഞ്ഞിട്ടുണ്ട്. ഇനി ചട്ടി ഒന്ന് ചൂടാകാൻ വയ്ക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായെന്ന് അറിയാൻ ഞാനൊരു വറ്റലിട്ട് കൊടുത്തു. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിന് കുറേശ്ശെ വറ്റലിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുത്തിട്ട് വരാം. ഓക്കെ. അപ്പം ഞാനതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ എരിവുള്ള മുളകാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 1/4 ടീസ്പൂൺ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് എരിവില്ലാത്തതാകുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഇടാം. അപ്പം ഞാൻ 1/4 ടീസ്പൂണ് ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അറിയുന്നുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഇതെന്താ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് കമൻ്റ് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.